ഡോക്ടർ മോഹൻ വർഗീസ്, ശരിക്കും നമ്മൾ മുൻപ് ചർച്ച ചെയ്തതുപോലെ പുകഞ്ഞ് ആളിക്കത്തലിൻ്റെ വക്കിലാണ് ഈ പശ്ചിമേഷ്യ. സമാധാനത്തിന് തൊട്ടടുത്തെത്തിയ ശേഷം ഇപ്പോൾ മറ്റൊരു ചർച്ചയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത തരത്തിൽ വീണ്ടും പ്രത്യാക്രമണങ്ങളുമായി US-ഉം ഇറാനും കളം നിറയുന്നു. എങ്കിലും സമാധാന ശ്രമങ്ങളുമായി ചൈനയും പാകിസ്ഥാനും രംഗത്തെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ചർച്ചകളിലേക്ക് മടങ്ങണമെന്നാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇനി പാകിസ്ഥാൻ്റെ മധ്യസ്ഥത വിലപ്പോകുമോ? വിലപ്പോകില്ലല്ലോ, അങ്ങനെ വേണ്ട വിലയിരുത്താൻ. അമേരിക്കയെ ഇനി വിശ്വസിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്കൊക്കെ ഇനി എന്ത് ചെയ്യാനാകും? ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ നടന്ന ഒരു ചർച്ചയിൽ ഈ രണ്ടുപേരും പറഞ്ഞ ഒരു സംയുക്ത പ്രസ്താവന, അല്ലെങ്കിൽ അവർ പുറപ്പെടുവിച്ച ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു യുദ്ധത്തിൽ ഒരു നിരർത്ഥകത ഉണ്ട് എന്ന് തന്നെയാണ്. അത് യുദ്ധത്തിലൂടെ ബലപ്രയോഗത്തിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല എന്ന് വിവരമുള്ള ആളുകൾ എല്ലാവരും അതുതന്നെയാണ് പറയുന്നത്. ഇത് സന്ധി സംഭാഷണം തന്നെയാണ് ഏക പരിഹാര മാർഗം. ഇന്നലെ വരെ സംഭവിച്ചത്, ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് മാറ്റാനാവില്ല. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നാളെ എന്ത് സംഭവിക്കണമെന്ന് ഇന്ന് തീരുമാനിക്കാൻ കഴിയും. അതിന് യുദ്ധമല്ല, അതിന് സമാധാനമാണ് വേണ്ടത്. അതിന് വേണ്ടത് സംഭാഷണമാണ് വേണ്ടത്. അല്ലാതെ തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കത്തക്ക രീതിയിൽ മറുപക്ഷം അംഗീകരിച്ചു കൊടുക്കും എന്ന രീതിയിൽ ഒരു സംഭാഷണം നടത്താനാവില്ല. തുറന്ന ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ചില പൊസിഷനിൽ നിന്നും പിന്നാക്കം പോകേണ്ടി വരും, ചില വിട്ടുവീഴ്ചകൾ നൽകേണ്ടി വരും, ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. ഉദാഹരണത്തിന്, അമേരിക്ക ആഗ്രഹിക്കുന്നു ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം, മുജ്തബ ഖമനയി പുറത്തു പോകണം എന്നാഗ്രഹിക്കുന്നു. സാധിക്കണമെങ്കിൽ മുജ്തബ ഖമനയെ വധിക്കാൻ സാധിക്കുമായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ആയിരിക്കുന്ന ഒളി സങ്കേതത്തിൽ നിന്നും പുറത്തു വന്നാൽ, തൻ്റെ പിതാവിൻ്റെ ഖബറടക്ക ശുശ്രൂഷ വേളയിൽ പോലും അദ്ദേഹത്തിൻ്റെ ശാരീരിക സാന്നിധ്യം കണ്ടില്ല. അദ്ദേഹം ഇറാനിൽ തന്നെയാണോ എന്നറിയില്ല. അദ്ദേഹം പുറത്തു വന്നാൽ ഒരുപക്ഷെ നേരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ലോകരാഷ്ട്രീയം മാറിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ, അല്ലെങ്കിൽ പരമോന്നത നേതാവിനെ വധിച്ചുകൊണ്ട് അങ്ങ് മേൽക്കൈ നേടാം എന്നാണ് ചിന്തയെങ്കിൽ അത് വലിയ സാങ്കത്യമില്ല, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അയത്തുള്ള അലി ഖൊമേനിയെ ഒന്നാം ദിവസം തന്നെ വധിക്കാൻ കഴിഞ്ഞു, ഫെബ്രുവരി 28 എന്നിട്ടെന്തായി? അതിന് പകരം ഒരു സംവിധാനമുണ്ടായി. അതേ സംവിധാനത്തിൻ്റെ തുടർച്ചയാണത്. ഇപ്പോൾ അയത്തുള്ള മുജ്തബ ഖുമൈനി വധിക്കപ്പെട്ടാലും ഇവരൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു രീതി, ആ സംവിധാനം മുന്നോട്ട് പോകും. IRGCയുടെ നേതാക്കളെ കൊല്ലാൻ കഴിയും, പക്ഷേ IRGC എവിടെ ഉണ്ടാവും? ആ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല എന്നാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് സന്ധി സംഭാഷണം മാത്രമാണ്. എന്തുകൊണ്ട് ചൈന, എന്തുകൊണ്ട് പാകിസ്ഥാൻ എന്നുകൂടി മനസ്സിലാക്കി. ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് മാത്രമേ, ഞാൻ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട് ചൈനയുടെ വിദേശകാര്യമന്ത്രിക്കും പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ സന്ധി സംഭാഷണങ്ങളിൽ മാത്രമാണ് പോംവഴി എന്ന ചിന്ത വന്നത് എന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ്റെ കാര്യമെടുക്കൂ. പാകിസ്ഥാൻ പൂർണ്ണമായി നിഷ്പക്ഷ രാജ്യമല്ല. പാകിസ്ഥാനൊരു പക്ഷമുണ്ട്, അത് അമേരിക്കൻ പക്ഷമാണ്. ഉറപ്പാണ്, അത് അമേരിക്കൻ പക്ഷമാണ്. അമേരിക്ക പറയുന്നതിനപ്പുറത്ത് പോകാത്ത ഒരു സൈനിക മേധാവിയാണ് ഫീൽഡ് മാർഷൽ ജനറൽ അസിം മുനീർ. അതുപോലെ അമേരിക്ക കൂടി ചേർത്ത് താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ഭരണക്രമമാണ് ഇമ്രാൻഖാനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആണെന്ന് പറയുമ്പോൾ പോലും അത്ര ക്രെഡിബിലിറ്റി ഇല്ലാതെ അധികാരത്തിൽ തുടരുന്ന ഷഹബാസ് ഷെറീഫ് എന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി, അവരൊക്കെ നയിക്കുന്ന ഒരു ഭരണകൂടം അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ചർച്ചകൾ നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ടീമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവില്ലല്ലോ. അപ്പോൾ പാകിസ്ഥാൻ സ്വന്തം ഇച്ഛാശക്തി അനുസരിച്ച് നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് അമേരിക്കയെയും ഇറാനെയും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പം പാകിസ്ഥാനില്ല. നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. അത്രയും അമേരിക്ക പാകിസ്ഥാൻ കൽപ്പിച്ചാൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്ഷണിച്ചാൽ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വരുന്ന ഒരു രാജ്യമാണോ അമേരിക്ക, അല്ലെങ്കിൽ ഇറാൻ? അങ്ങനെയല്ലല്ലോ. അമേരിക്ക ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇറാന് കൂടി സ്വീകാര്യമാകുന്ന, ഇറാനോട് സംസാരിക്കാൻ കഴിയുന്ന, ജിയോ പൊളിറ്റിക്കലി അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ സഹായം അമേരിക്ക തേടി. അതൊരു പാകിസ്ഥാൻ ഈസ് ബീങ് യൂസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. സഹായം തേടുക എന്നുള്ളത് പാകിസ്ഥാനെ ഉപയോഗിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം ഒരു ലോക വ്യവസ്ഥയിൽ
നിറം മങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ ബലൂചിസ്ഥാൻ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ആ പ്രദേശം തന്നെ വിഘടിച്ചു പോയതായിട്ടാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ആസാദ് കാശ്മീർ എന്നവർ വിളിക്കുന്ന പ്രദേശത്ത് ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ വലിയ സംഘർഷം അവിടെ തുടരുന്നു. ഇതിൽ നിന്നെല്ലാം ലോക ശ്രദ്ധ ആകർഷിക്കാൻ തങ്ങൾ ഇൻടാക്റ്റാണ്, തങ്ങൾ മധ്യസ്ഥ രാജ്യമാണ്. ഒരു സർട്ടൺ നിലയും വിലയും ഉണ്ടല്ലോ മധ്യസ്ഥ രാജ്യമെന്ന് പറയുമ്പോൾ. അമേരിക്കയും ഇറാനും തങ്ങളുടെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഗ്ലോബൽ ക്രെഡിബിലിറ്റി, ഗ്ലോബൽ മൈലേജ്, പ്രസ്റ്റീജ് ഉയരുകയാണ്. ഇതുമാത്രമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല തുടർന്നും അമേരിക്കയുടെ ഒരു കൈത്താങ്ങൽ ആവശ്യമാണ് പാകിസ്ഥാൻ്റെ. ഈ ജലം ഒരു വലിയ വിഷയമാണല്ലോ. സിന്ധു നദീജല കരാർ അബ്രോഗേറ്റഡ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാന് ജലം നൽകുന്നില്ല എങ്കിൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾ സിന്ധു നദിയുടെ വെള്ളം വാങ്ങിയെടുക്കും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ മാത്രം ചെയ്യാനാവില്ലല്ലോ. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ, ഇന്ത്യയെ ഭയപ്പെടുത്താൻ ഞങ്ങളുടെ വലിയേട്ടനാണ് അമേരിക്ക എന്ന ഓർമ്മയുണ്ടാവണം മിസ്റ്റർ മോദി എന്ന് ഇന്ത്യയോട് പറയുന്നത് പോലെയാണ്. അതിൽ കൂടുതൽ അർത്ഥം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് മധ്യസ്ഥത വഹിക്കാൻ പറ്റുന്ന ഒരു വലിപ്പം, അതിനുള്ള ക്രെഡിബിലിറ്റി പാകിസ്ഥാനുണ്ട് എന്ന് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ പൂച്ചക്കാർ മണികെട്ടുമെന്ന് പറയുമ്പോൾ ഒരുവൻ മണികെട്ടാൻ വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ കെട്ടി നോക്കൂ എന്ന് നോക്കി നിൽക്കുന്നവർ പറയും. അങ്ങനെ പാകിസ്ഥാനും മണികെട്ടി. പക്ഷേ മണി അവിടെ ഉറച്ചില്ല. ഇപ്പോഴും മണിയുമായി പൂച്ച ഓടി നടക്കുകയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ പാകിസ്ഥാനിൽ നിൽക്കുന്നു. പാകിസ്ഥാൻ്റെ അടുത്ത രാജ്യമാണ് ചൈന. ജിയോഗ്രാഫിക്കലി, പൊളിറ്റിക്കലി ഒരുപാട് രീതിയിൽ പാകിസ്ഥാൻ ചൈന സഹകരണമുണ്ട്. പാക് ചൈന എക്കണോമിക് കോറിഡോർ സജീവമാണ്. പാകിസ്ഥാനെ ഒരു പരിധിവരെ താങ്ങി നിർത്തിയിരിക്കുന്നത് നമ്മളൊക്കെ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി അല്ലെ, കടക്കണി നയതന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ പോലും ചൈനയാണ് ഒരു പരിധിവരെ പാകിസ്ഥാനെ സാമ്പത്തികമായി മുച്ചൂട് മുടിഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാനെ താങ്ങി നിർത്തിയിരിക്കുന്നതും ടെക്നോളജിയും മറ്റ് സപ്പോർട്ടുമെല്ലാം നൽകി പാകിസ്ഥാനെ ഒരു പരുവത്തിന് നിർത്തിയിരിക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് എന്താണ് ഇതിൽ താല്പര്യം? ഇറാനുമായി നല്ല അടുപ്പമുള്ള രാജ്യമാണ് ചൈന. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% പോയിക്കൊണ്ടിരുന്നത് ചൈനയിലേക്കാണ്. ചൈനയിലേക്ക് പോകണമെങ്കിൽ ഗോസ്റ്റ് ഷിപ്പുകൾ ഓപ്പറേഷനിലാകണം. എന്താണ് ഗോസ്റ്റ് ഷിപ്പുകൾ? ഏതെങ്കിലും രാജ്യത്തിൻ്റെ പതാക വഹിച്ച്, പക്ഷേ ആ രാജ്യം അറിഞ്ഞിട്ടില്ല, വ്യാജ കപ്പലുകളാണ്, വ്യാജരേഖകളാണ്. അപ്പോൾ ഉപരോധം മറികടക്കാൻ പല രൂപത്തിൽ പല രീതിയിൽ ഇറാനിൽ നിന്നും എണ്ണക്കപ്പലുകൾ ചൈനയിലേക്ക് കാലാകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നു. ഉപരോധ കാലത്ത് പോലും ഇങ്ങനെയുള്ള ഗോസ്റ്റ് ഷിപ്പുകളെ പോലും അമേരിക്ക കർശനമായി താക്കീത് ചെയ്യുകയും തിരിച്ചുവിടുകയും അല്ലെങ്കിൽ ആക്രമിക്കുകയും അമേരിക്കൻ റൈഡാറിലാണ് ഇത് മുഴുവൻ. അപ്പം ചൈനയ്ക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ മാത്രം ആശ്രയിച്ച് ചൈനയ്ക്ക് നിൽക്കാനാവില്ല. ഇറാനിയൻ എണ്ണ ആവശ്യമാണ്. ഇറാൻ ആണെങ്കിലും ഇങ്ങനെയുള്ള ഷാഡോ ഫ്ലീറ്റിലൂടെ നടക്കുന്ന എണ്ണ കച്ചവടം, ഗോസ്റ്റ് ഷിപ്പുകൾ കൊണ്ടുവരുന്ന വരുമാനം അനുസരിച്ചാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ചൈന ഇറാൻ നേരിട്ടുള്ള ലാൻഡ് മാർഗം കസാഖിസ്ഥാനിലൂടെ തർക്ക്മേനിസ്ഥാനിലൂടെ വേണമെങ്കിൽ റെയിൽ നെറ്റ്വർക്കുണ്ട്. ആ റെയിൽ നെറ്റ്വർക്കും അമേരിക്ക ആക്രമിച്ചു. ചൈനയിലേക്ക് ഇറാനിൽ നിന്നും എണ്ണയോ പ്രകൃതിവാതകമോ കൊണ്ടുപോകണം എങ്കിൽ വളരെ ചിലവേറിയ ലാൻഡ് വഴി കൊണ്ടുപോകണമെങ്കിൽ, ചിലവേറിയ റെയിൽവേ നെറ്റ്വർക്കിലൂടെ കൊണ്ടുപോകണം എങ്കിൽ ചിലവേറിയ അനുഭവമാണ്. അതുകൊണ്ട് ഹോർമോസിലൂടെ സുഗമമായി എണ്ണക്കപ്പലുകൾ, മറ്റ് ചരക്ക് കപ്പലുകൾ പോകേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. ഇപ്പം നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് അമേരിക്ക ഒരു വശത്ത് നിൽക്കുമ്പോൾ ചൈന മധ്യസ്ഥത വഹിക്കുന്ന ഒരു സന്ധി സംഭാഷണത്തിന് ഒരിക്കലും അമേരിക്ക വഴങ്ങില്ല. അപ്പോൾ പിന്നെ പാകിസ്ഥാനും ചൈനയും, അതായത് ഇറാനുമായി നേരിട്ട് സംസാരിച്ച ചൈന പറഞ്ഞാൽ ഒരുപക്ഷെ ഇറാൻ കുറേയൊക്കെ കേൾക്കും. പാകിസ്ഥാൻ പറഞ്ഞാൽ കേൾക്കില്ല, ചൈന പറഞ്ഞാൽ കേൾക്കും. എന്നാൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനം ഇന്ത്യ വിരുദ്ധത കൂടിയാണ്. ഇന്ത്യ വിരുദ്ധത തീർച്ചയായും പാകിസ്ഥാനെ ചൈനയോട് അടുപ്പിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അതതിൻ്റെ സുഗമമായ ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സ്വാഭാവികമായി ചൈനയുടെ ആത്യന്തികമായ താല്പര്യം ഓയിൽ ഇൻട്രസ്റ്റ് ആണ്. ഹോർമോസ് തുറക്കപ്പെടണം. എന്നാൽ നേരിട്ട് ചൈനയ്ക്ക് രംഗത്ത് വരാനാവില്ല. അപ്പോൾ ഇറാന് സംസാരിക്കാനുള്ള പല കാര്യങ്ങളും ചൈനയോട് സംസാരിക്കാൻ കഴിയും. ഇറാനെ താങ്ങി നിർത്തുന്നത് ഒരു പരിധിവരെ ചൈന കൂടിയാണ്. ചൈനീസ് ടെക്നോളജിയാണ്, ചൈനീസ് സാറ്റലൈറ്റുകളാണ്. എന്നാൽ നേരിട്ട് യുദ്ധരംഗത്തേക്ക് വരാൻ ചൈന എന്ന രാജ്യം തയ്യാറാവില്ല. അമേരിക്ക 1900-കളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു നയമാണ് ചൈന, ഐസൊലേഷനിസം. തങ്ങളുടെ കാര്യം നോക്കി തങ്ങൾ പോയിക്കോളാം, മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ തങ്ങൾ നേരിട്ട് ഇടപെടില്ല. തങ്ങളുടെ അതിർത്തി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയുമായോ മറ്റോ ഉണ്ടെങ്കിൽ തങ്ങൾ നേരിട്ട് തല്ലി തീർത്തോളാം. പക്ഷേ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിന് തങ്ങൾ കയറി അമേരിക്ക ചെയ്യുന്നത് പോലെ, ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഇടപെടില്ല. തങ്ങൾക്ക് പവർ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. പക്ഷേ എണ്ണ ആവശ്യം തന്നെയാണ്. അടുത്തൊരു 30 വർഷത്തേക്കെങ്കിലും ഇറാനിയൻ എണ്ണ ചൈനയ്ക്ക് നിർണായകമാണ്.
അതുകൊണ്ട് ഇറാനിയൻ ഇൻപുട്സ് ചൈനയിലേക്കെത്തും. ചൈന അത് കൃത്യമായി പാകിസ്ഥാനുമായി പ്ലാൻ ചെയ്യും. പാകിസ്ഥാൻ 2 വള്ളത്തിലാണ് കാലി ചവിട്ടിയിരിക്കുന്നത്. ചൈന എന്ന വള്ളത്തിലും അമേരിക്ക എന്ന വള്ളത്തിലുമാണ് പാകിസ്ഥാൻ കാലി ചവിട്ടിയിരിക്കുന്നത്. ചൈന അമേരിക്കയും തമ്മിൽ റൈവൽസ് ആയിരിക്കാം, കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കാം. പക്ഷേ പാകിസ്ഥാൻ ഇത് രണ്ടിനും ഇടയിലുള്ള ഇൻ്റർലൊക്യൂട്ടറാണ്. മുൻപും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ അമേരിക്ക ചൈന ബന്ധം പണ്ട് ഈ പിങ് പോങ് ഡിപ്ലോമസി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷട്ടിൽ ഡിപ്ലോമസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1960കളിൽ ചൈന അമേരിക്ക ബന്ധം സുഗമമാകുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമാബാദ് ഒരു ഹോൾട്ടിംഗ് പോയിൻ്റ് ആയിരുന്നു. ഹെൻറി കിസിഞ്ചർ നേതൃത്വത്തിൽ അമേരിക്കൻ വിദേശകാര്യ സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ നിരന്തരമായി ബെയ്ജിങ് സന്ദർശിക്കുന്ന വഴിയിൽ ഇസ്ലാമാബാദിലും വരും, പാകിസ്ഥാനിലും എത്തും. അപ്പോൾ പാകിസ്ഥാൻ ചൈനയെ അമേരിക്കയുമായി അടുപ്പിച്ച് നിർത്തുന്നതിൽ ചരിത്രപരമായ ഒരു ഘടകമായ രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ചൈനയുമായി നേരിടാൻ പാകിസ്ഥാൻ്റെ കൂടി സഹായം അമേരിക്കയ്ക്ക് ഇൻപുട്ടുകൾ രൂപത്തിൽ വേണം. പാകിസ്ഥാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൈനയുമായും അമേരിക്കയുമായും ഒരുപോലെ, ചൈന പ്രോക്സിമിറ്റി കൊണ്ട് പ്രധാനപ്പെട്ടതാണ്, റിസോഴ്സസ് വളരെ പ്രധാനപ്പെട്ടത്, അമേരിക്ക പവർ പൊട്ടൻഷ്യൽ കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാൻ ഭയക്കുന്ന രാജ്യം ഇന്ത്യയാണല്ലോ. ഇന്ത്യയെ നേരിടണമെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള ശക്തരായ ചൈനയും അമേരിക്കയും പോലെയുള്ള രാജ്യങ്ങളുമായി ബന്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്വാഭാവികം മാത്രം. അവിടെയാണ് ചൈന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാർ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള പ്രധാന മാർഗം നയതന്ത്രം മാത്രമാണ് എന്ന് വീണ്ടും, അത് നമുക്കൊന്നും അറിയാത്ത കാര്യമൊന്നുമല്ല അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നതിന് പിന്നിലുള്ള പ്രത്യേകമായ താല്പര്യം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രം. താങ്ക് യു.